എവ്രിവൺ. ഇന്ന് April 8 ആണ്. നല്ലൊരു സൺലൈറ്റും നമ്മളെ നന്നായിട്ട് ക്ലെൻസ് ചെയ്യുന്നുണ്ട്. പറ്റുന്നിടത്തോളം നിങ്ങൾ സൺലൈറ്റൊക്കെ വരുമ്പോൾ അത് കൊള്ളാൻ ശ്രമിക്കുക. നന്നായിട്ട് ക്ലെൻസ് ആവും, എനർജൈസ് ആവും. നമ്മൾ ഭയങ്കര പോസിറ്റിവിറ്റിയാണ് കേട്ടോ. ഇന്നത്തെ ഒരു കോട്ടാണ്: ജീവിത നാടകത്തിൽ മറ്റ് അഭിനേതാക്കളെ തിരുത്താതെ സ്വയം റോൾ ശരിയാക്കും. എല്ലാവരും ഓരോരോ റോള് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ആരും തിരുത്താൻ സാധിക്കില്ല. ഓരോരുത്തരും അവരുടെ റോളിൻ്റെ അങ്ങേയറ്റം ഭംഗിയായിട്ട് ആണ് ചെയ്യുന്നത്. കാർമിക്കാണെങ്കിൽ അങ്ങേയറ്റം ഭംഗിയായിട്ടാണ് കാർമിക്കിൻ്റെ റോള് പ്ലേ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ റോള് നമ്മൾ നന്നായിട്ട് പ്ലേ ചെയ്യുക. ഒരാൾ തിരുത്താൻ പോകണ്ട. എന്ത് വന്നാലും അപ്പോൾ ഫോർഗീവ്നെസ് കൊടുക്കാം. ഓക്കെ, അപ്പം നമുക്ക് ഇന്നത്തെ എനർജി നോക്കാം കേട്ടോ. ഇന്ന് എന്ത് എനർജീസാണ് April 8 കൊണ്ടുവരുന്നത്? 8 എപ്പോഴും ഒരു കർമ്മ നമ്പറാണ്. യെസ്, 4 വന്നു. 4 ഓഫ് പെൻഡക്കിൾസ് ആണ്. എന്തെങ്കിലുമായിട്ട് അൺനെസസറി ആയിട്ടുള്ള തോട്ട്സ്, അതുപോലെ ചിന്തകളായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ 4 ഓഫ് പെൻഡക്കിൾസ് ആണ്. നമ്മുടെ പൊസസീവ് നേച്ചർ, അല്ലെങ്കിൽ ഒരാളെ പിടിച്ചു വെക്കുന്ന സിറ്റുവേഷൻസ്, കോ ഡിപ്പെൻഡൻസി. ഒരാളായിട്ട് കമ്പനിയൊക്കെ കഴിഞ്ഞാൽ അവരെങ്ങനെ എപ്പോഴും മെസ്സേജ് ചെയ്യുക, ഒരു കോ ഡിപ്പെൻഡൻസി എന്നൊരു ഇഷ്യൂ, അതിനൊക്കെ നിങ്ങൾ റിലീസ് നന്നായിട്ട് മെഡിറ്റേഷൻ ചെയ്യുക. ഫിനാൻഷ്യൽ കാര്യങ്ങളാണെങ്കിൽ ഞാൻ കൊടുക്കാതിരിക്കരുത്. കൊടുക്കും തോറുമാണ് ഏറുന്നത്. തൃപ്തിയോടെ മനസ്സോടെ കൊടുക്കാൻ. ഇതൊന്നും നമ്മുടെ സ്വന്തം അല്ല, ഒക്കെ യൂണിവേഴ്സിറ്റിയാണ്. നമ്മൾ കൊടുത്താലും അതിങ്ങനെ തിരിഞ്ഞ് ഓരോരുത്തരുടെ കൈകളിലേക്ക്. പിന്നെ എന്തിനാണ് നമ്മൾ എൻ്റെ ആണെന്ന് പറയുന്നത്? നമ്മുടേതല്ല. നമ്മൾ ഈ ഭൂമിയിൽ വന്നപ്പോൾ നമുക്ക് വേണ്ടി തന്നിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ്. ഇതാരുടെയും സ്വന്തമല്ല, ഒക്കെ യൂണിവേഴ്സിറ്റിയാണ്. അതാണ് 4 ഓഫ് പെൻഡക്കിൾസ്. ബാലൻസിലേക്ക് വരാം. പൈസ കൊടുക്കാൻ വേണ്ടവർക്ക് കൊടുക്കുക. റിലീസ് ഇതുപോലെ പിടിച്ചു വെക്കാതിരിക്കുക ഒരാളെയും. ഓക്കെ, അടുത്ത കാർഡ് കിങ് ഓഫ് വാൻസ് ആണ്. എന്നിട്ട് കിങ് ഓഫ് വാൻസ് എനർജിയിലേക്ക് വരിക. കിങ് ഓഫ് വാൻസ് വളരെ മെച്ചുവേർഡ് ആണ്, ബാലൻസ്ഡ് ആണ്, ഒരുപാട് നല്ല ലോജിക്കൽ സൈഡുള്ള പേഴ്സണാണ് വാൻസ്. അതിന് ഫയർ എനർജി ഉണ്ട്. എന്തും ആക്ഷൻ ആക്കാനുള്ള ഒരു പവർ, സ്ട്രെങ്ത്, അതോറിറ്റി ഉണ്ട്. ആൻഡ് കുറച്ച് പാസ്റ്റത്തെ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ പാസ്റ്റ് കർമ്മ, പാസ്റ്റ് പേഴ്സൺ ആയിരിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ നല്ല രീതിയിൽ ഇന്ന് നല്ല മെഡിറ്റേഷൻസ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്നൊക്കെ റിക്കവർ ആവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ് കേട്ടോ. ഓക്കെ, ആൻഡ് അബാൻഡൻമെന്റ് ഇഷ്യൂ ലാസ്റ്റ് കാർഡ് 8 ഓഫ് കപ്സ് ആണ്. നിങ്ങൾക്ക് പാസ്റ്റിൽ നിന്ന് കിട്ടിയിട്ടില്ല. 8 എന്ന് പറഞ്ഞാൽ 8 വന്നല്ല. 1 444 കാണിക്കുന്നു, 111 888 ഒക്കെയാണ്. കോമ്പിനേഷൻസും കാണാം. 48 84 1414 ഒക്കെ നമുക്ക് കാണാം കേട്ടോ. 8 ഓഫ് കപ്സ് എന്ന് പറയുന്നത് നമ്മളുടെ അബാൻഡൻമെന്റ് ഇഷ്യൂ. നമ്മൾ ആരെങ്കിലും ഇട്ടിട്ട് പോയിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഉള്ളിൽ ആ ഇഷ്യൂ എടുക്കുന്നുണ്ടെങ്കിൽ ഇതിന് ഹീൽ ചെയ്താൽ മാത്രമാണ് ഇനി നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുള്ളൂ. ഓക്കെ, ഇതാണ് ഇന്നത്തെ എനർജി. താങ്ക് യു എവ്രിവൺ.